ഇനി ആയുർവേദത്തിൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ വ്യാധിക്ഷമത്വത്തെ വർദ്ധിപ്പിക്കുന്ന മരുന്നുകൾ ഒരുപാടുണ്ട്. അതിൽ തന്നെ വെൺവയമ്പ്, വെള്ളക്കൊട്ടം തുടങ്ങിയിട്ടുള്ള ഒരുപാട് വസ്തുക്കളുണ്ട്. ഈ മരുന്നുകളെല്ലാം തന്നെ പലതവണയായി പല രീതികളിൽ അരച്ച് കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ കൊടുക്കുക. ഞാൻ മുമ്പ് പല എപ്പിസോഡിൽ ഞാൻ ഒരമരുന്ന് കൊടുക്കുന്നതിനെ പറ്റിയും അതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ പറ്റിയും ഒക്കെ പറഞ്ഞിരുന്നതിൽ പ്രത്യേകം ഊന്നി പറഞ്ഞിരുന്നു. ഈ രോഗപ്രതിരോധ ശേഷി വളർത്തുവാൻ സഹായകമായിട്ടുള്ള ഒരുപാട് പച്ചമരുന്നുകൾ ഒരമരുന്നിനകത്തുണ്ട്. ഇതിന് മഞ്ഞൾ, ജാതിക്ക, നേരത്തെ പറഞ്ഞ മരുന്നുകൾ, ഇതെല്ലാം തന്നെ കുറേശ്ശെ ജനിക്കുമ്പോൾ തന്നെ അരച്ചു കൊടുക്കുന്നത് വ്യാധിക്ഷമത്വം വർദ്ധിപ്പിക്കാൻ വളരെയധികം സഹായകമായിട്ടുള്ള കാര്യമാണ്. ഓരോരുത്തരുടെയും ശരീരാവസ്ഥയ്ക്കനുസരിച്ചുള്ള ഈ ഒരു ഷെഡ്യൂൾ നമ്മൾ ഏറ്റവും നല്ലത് ഒരു വൈദ്യനെ കൺസൾട്ട് ചെയ്തിട്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി അത്തരത്തിലുള്ള മരുന്നുകൾ, അത് ഇന്ദുകാന്തം കഷായമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഹോമിയോ മരുന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ഷഡംഗം കഴിക്കുന്നതായിക്കോട്ടെ, എല്ലാം തന്നെ അത്തരത്തിലൊരു പ്ലാനിങ്ങിൽ വ്യാധിക്ഷമത്വം കൂട്ടുവാനും ശരീരത്തിലെ കോശങ്ങൾക്കും സിസ്റ്റങ്ങൾക്കും വളരെയധികം ശക്തി പ്രദാനം ചെയ്യുവാനുമുള്ള രീതിയിലേക്ക് നമ്മൾ നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമാക്കി ഇത്തരം മരുന്നെന്ന് പറയണ്ട, ഇതിനെ ഒരു ആഹാരത്തിൻ്റെ ഭാഗമാക്കി തന്നെ കൊണ്ടുവരണം. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ചായ കുടിക്കുമ്പോൾ, ഇതൊക്കെ നമ്മൾ സാധാരണയായിട്ട് ഒരുപാട് ഹെർബൽ ടീ, ഗ്രീൻ ടീ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കുടിക്കുന്നു. ഒന്നും വേണ്ട. തുളസി, ഗ്രാമ്പു, കറുവപ്പട്ട, കുരുമുളക്, ഇതെല്ലാം വീട്ടിലുള്ള സാധനങ്ങളാണ്. എപ്പോഴും നമ്മൾ വീട്ടിൽ മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ജീരകം, മല്ലി, ഇതെല്ലാം ഇത്തരത്തിലുള്ള ശരീരത്തിൻ്റെ മെറ്റബോളിക് സ്ട്രെങ്തിനെയും ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവറിനെയും എല്ലാം വളരെയധികം വർദ്ധിപ്പിക്കുന്ന സാധനങ്ങളാണ്. നമ്മൾ സാധാരണയായിട്ട് ഈ മറ്റ് പല ഹെൽത്ത് ഡ്രിങ്ക്സൊക്കെ നമ്മൾ ഒരുപാട് പുറത്തുനിന്ന് വാങ്ങിച്ച് പ്രിപ്പയർഡ് ഡ്രിങ്ക്സൊക്കെ വാങ്ങുന്നില്ലേ? അപ്പോൾ അതൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി ഇത്തരത്തിലുള്ള ആരോഗ്യകരങ്ങളായിട്ടുള്ള, ചിലവ് കുറഞ്ഞിട്ടുള്ള, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുളയിലെ കുഞ്ഞുങ്ങളെ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞ കാമ്യമായിട്ടുള്ള റെസ്പിറേറ്ററി ഹെൽത്തിന് വേണ്ടിയിട്ട് അഗ്നി എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മളിതിന് മുമ്പ് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്, ഉദര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ്. അഗ്നി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി, ചുക്ക് തുടങ്ങിയ സാധനങ്ങൾ വളരെ പ്രധാനമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ പച്ചമരുന്നുകളും കൂടുതൽ കുട്ടികളിലേക്ക് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഹെൽത്ത് ഡ്രിങ്ക് മിക്സ് കൊടുക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ളത് ശീലിക്കൂ. കുഞ്ഞുങ്ങളൊന്നും ശീലങ്ങളുമായിട്ടല്ല വരുന്നത്, നമ്മൾ ഉണ്ടാക്കുന്ന ശീലങ്ങളാണ്. പഞ്ചസാരയ്ക്ക് പകരം എത്രയോ നല്ലതാണ് പനങ്കൽക്കണ്ടം ശീലിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ, ഈ അഗ്നി എന്ന് പറയുന്നത് മെറ്റബോളിക് ഫയറിനെയാണ് പറയുന്നത്. മെറ്റബോളിസം ശരിയായില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. അപ്പോൾ ഇമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിൽ ഈ മെറ്റബോളിസത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. അഗ്നിയെ നേരായി നിർത്തുവാൻ വേണ്ടിയുള്ള ചികിത്സകൾ ചെയ്യുക, വ്യാധിക്ഷമത്വം വർദ്ധിക്കുവാൻ വേണ്ടിയുള്ള ചികിത്സകൾ ചെയ്യുക എന്നത് ജീവിതശൈലിയുടെ ഭാഗം തന്നെയായി വന്നു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാൻഡമിക്കിനെയും നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല.